നമസ്കാരം, ഗ്രാമ്യ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ശ്രീനാരായണപുരത്ത് ദേശീയപാതയിലുണ്ടായ ബൈക്ക് അപകടത്തിൽ വിദ്യാർത്ഥി മരിച്ചു. ജില്ലാ പഞ്ചായത്ത് തൃപ്പയാർ ഡിവിഷൻ UDF സ്ഥാനാർത്ഥി അനിൽ പുളിക്കലിന്റെ പര്യടനത്തിന് തുടക്കമായി. ഗണേശമംഗലം ക്ഷേത്ര സന്നിധിയിൽ ശബരിമല തീർത്ഥാടകർക്ക് സൗജന്യ വിശ്രമ കേന്ദ്രം ആരംഭിച്ചു. വാർത്തകൾ വിശദമായി. ശ്രീനാരായണപുരത്ത് ദേശീയപാതയിലുണ്ടായ ബൈക്ക് അപകടത്തിൽ വിദ്യാർത്ഥി മരിച്ചു. ശ്രീനാരായണപുരം പെട്രോൾ പമ്പിന് സമീപത്ത് വെച്ച് വിദ്യാർത്ഥികൾ സഞ്ചരിച്ചിരുന്ന ബൈക്ക് തെന്നിമറിഞ്ഞായിരുന്നു അപകടം. ബൈക്കിലുണ്ടായിരുന്ന മതിലകം സ്വദേശി പാലക്കാട്ടുപറമ്പിൽ നജീബിന്റെ മകൻ മുഹമ്മദ് അദ്നാനാണ് മരിച്ചത്. 18 വയസ്സായിരുന്നു. ബൈക്ക് ഓടിച്ചിരുന്ന അമീൻ നൌഫൽ പരിക്കുകളോടെ രക്ഷപ്പെട്ടു. ഇവരെ ആക്ട്സ് പ്രവർത്തകരാണ് കൊടുങ്ങല്ലൂരിലെ എയർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഇന്ന് രാവിലെ 9:30ഓടെയായിരുന്നു അപകടം. പടിഞ്ഞാറെ വെമ്പല്ലൂർ MES അസ്മാബി കോളേജിലെ BVOC 1ാം വർഷ വിദ്യാർത്ഥികളാണ് ഇരുവരും. മതിലകം പോലീസ് തുടർ നടപടികൾ സ്വീകരിച്ചു. പാലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യമായി കൊണ്ട് ചൂലൂർ ദാറുൽ ഇസ്ഹാൻ ഇസ്ലാമിക് അക്കാദമിയിലെ വിദ്യാർത്ഥികൾ സംഘടിപ്പിച്ച സിൻവാർ ആർട്ടസ് ഫെസ്റ്റ് സമാപിച്ചു. 5 ദിവസങ്ങളിലായി നീണ്ടുനിന്ന കലോത്സവത്തിൽ ടീം റഫ ഓവറോൾ ജേതാക്കളായി. സബ് ജൂനിയർ വിഭാഗത്തു നിന്നും റിഷാൽ ആഷിഖ്, ജൂനിയർ വിഭാഗത്തിൽ നിന്നും അമീൻ സ്വാലിഹ്, മുഹമ്മദ് ഫാദിൽ, സീനിയർ വിഭാഗത്തിൽ നിന്നും മുഹമ്മദ് സിനാൻ, EP സഹൽ എന്നിവർ കലാപ്രതിഭ, സർഗപ്രതിഭ സ്ഥാനത്തിന് അർഹരായി. മഹല്ല പ്രസിഡന്റ് CA മനാഫ്, ജനറൽ സെക്രട്ടറി CB അബ്ദുസലാം, ട്രഷറർ PM ഷംസുദ്ദീൻ, കോളേജ് പ്രിൻസിപ്പൽ മുഹമ്മദ് മുസ്തഫ ദാരിമി, വൈസ് പ്രിൻസിപ്പൽ അനസ് ബാഖവി, ഉപദേശക സമിതി അംഗം ഹൈദ്രോസ് കുട്ടി ഹാജി, ജോയിന്റ് സെക്രട്ടറി VM അഷ്റഫ്, വൈസ് പ്രസിഡന്റ് നിസാർ PV, ഡോക്ടർ നിലാർ, അബ്ദു ES, നാസർ KK, നിസാർ VS, മുഹമ്മദ് PK, നസീർ KM, ഷമീർ AM, അക്ബർ MC, ആമിർ ഹുദവി, നവാസ് ഫൈസി, ഇഹ്സാൻ ഹൈത്തമി, സിനാൻ നിസാമി, സ്വാലിഹ് വാഫി, അഫ്സൽ ബാഖവി, ജൗഹർ വാഫി, ഷാഫി എന്നിവർ സംസാരിച്ചു. അന്തിക്കാട് സെയിന്റ് ആന്റണീസ് ഇടവക ദേവാലയത്തിൽ പിതൃവേദി കുടുംബ സംഗമവും വയോജന ദിനാഘോഷവും നടന്നു. പിതൃവേദി അതിരൂപത ഡയറക്ടർ ഫാദർ ഫ്രാൻസിസ് ട്വിങ്കിൾ വാഴപ്പിള്ളി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഇടവക വികാരി ഫാദർ ജോൺ കിടങ്ങൻ അധ്യക്ഷനായി. അതിരൂപത പിതൃവേദി പ്രസിഡന്റ് PT ജോസഫ്, അതിരൂപത സെക്രട്ടറി ജോബി ഫ്രാൻസിസ്, അന്തിക്കാട് യൂണിറ്റ് പ്രസിഡന്റ് KA ഫ്രാൻസിസ് എന്നിവർ നേതൃത്വം നൽകി. മദർ സുപ്പീരിയർ സിസ്റ്റർ ധന്യ, കുടുംബ കൂട്ടായ്മ കേന്ദ്ര സമിതി കൺവീനർ വിൻസെന്റ് K വർഗീസ്, മാനേജിംഗ് ട്രസ്റ്റി ആന്റണി ജോസഫ്, പ്രതിനിധി യോഗം സെക്രട്ടറി അമ്മുക്കുട്ടി ഡേവിസ് എന്നിവർ സംസാരിച്ചു. കുടുംബാംഗങ്ങളുടെ കലാപരിപാടികൾ, സ്നേഹവിരുന്ന് എന്നിവയുണ്ടായി. പയ്യന്നൂർ അയ്യപ്പ യോഗത്തിന്റെ പയ്യന്നൂർ ദേശവിളക്ക് 2025 ഡിസംബർ 20 ശനിയാഴ്ച അന്നദാനം, പാലക്കൊമ്പെഴുന്നള്ളിപ്പ്, അയ്യപ്പൻ പാട്ട്, കനലാട്ടം എന്നീ ഭക്തിനിർഭരമായ ചടങ്ങുകളോടെ നടത്തും. ഓഫീസ് ഉദ്ഘാടനം ക്ഷേത്രം മേൽശാന്തി മഴുവഞ്ചേരി വാസുദേവൻ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു. നിധി സമാഹരണത്തിനായി ആദ്യ സമർപ്പണം ശ്രീനിവാസൻ, സോമസുന്ദരൻ കൊല്ലാടിക്കൽ, ബൈജു മൂത്തേടത്ത്, P മാധവ മേനോൻ എന്നിവരുടെ കയ്യിൽ നിന്നും ശിവരാമകൃഷ്ണൻ ഏറ്റുവാങ്ങി. അനിൽകുമാർ VS, ശ്രീകേഷ് S ചന്ദ്രൻ, രമേശ് ആമലത്ത്, ഘോഷി PA, വിജയകുമാർ M എന്നിവർ പങ്കെടുത്തു. ഡിസംബർ 20 നടക്കുന്ന പയ്യന്നൂർ ദേശവിളക്കിൻ്റെ അയ്യപ്പ യോഗത്തിൻ്റെ കീഴിലുള്ള ദേശവിളക്കിൻ്റെ ഓഫീസ് ഉദ്ഘാടനവും ആദ്യത്തെ കൂപ്പൺ വിതരണവുമാണ് ഇന്നിവിടെ ഈ ശുഭമുഹൂർത്തത്തിൽ നടക്കുന്നത്. 2025 ഡിസംബർ മാസം 20 ശനിയാഴ്ച അതിവിപുലമായിട്ടുള്ള ചടങ്ങുകളോട് കൂടിയിട്ടാണ് പയ്യന്നൂർ ദേശവിളക്ക് ഈ ദേശത്തിൻ്റെ മഹോത്സവമായിട്ട് നടത്തി വരുന്നത്. ഈ ദിവസം ഉച്ചയ്ക്ക് അന്നദാനം, വൈകിട്ട് തൃപ്പയാർ കിഴക്കേനട എരവളങ്ങര ക്ഷേത്രത്തിൽ നിന്നുള്ള പാലക്കൊമ്പെഴുന്നള്ളിപ്പ്, വൈകിട്ട് അന്നദാനം, അതിനുശേഷം ശാസ്താംപാട്ട്, ഈ വിപുലമായിട്ടുള്ള ചടങ്ങുകളോട് കൂടിയിട്ട് അയ്യപ്പൻ വിളക്ക് ദേശവിളക്കായിട്ട് ഇവിടെ ആഘോഷിക്കുകയാണ്.
ഗണേശമംഗലം ക്ഷേത്ര സന്നിധിയിൽ ശബരിമല തീർത്ഥാടകർക്ക് സൗജന്യ വിശ്രമ കേന്ദ്രം ആരംഭിച്ചു. ശബരിമലയിലേക്ക് വ്രതം നോറ്റു പോകുന്ന സ്വാമി അയ്യപ്പന്മാർക്ക് സൗജന്യ വിശ്രമ കേന്ദ്രം, സൗജന്യ ഭക്ഷണം, വെള്ളം, പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനുള്ള സൗകര്യം, വാഹന പാർക്കിംഗ്, മൊബൈൽ ചാർജിംഗ് തുടങ്ങിയ സേവനങ്ങളാണ് ആരംഭിച്ചിട്ടുള്ളത്. വർഷങ്ങളായി അയ്യപ്പ സേവാ സമാജത്തിന്റെ നേതൃത്വത്തിൽ സൗജന്യമായി നടത്തിവരുന്ന വിശ്രമ കേന്ദ്രത്തിന്റെ പ്രവർത്തനോദ്ഘാടനം ശബരിമല അയ്യപ്പ സേവാ സമാജം അംഗം അജിതൻ നിർവഹിച്ചു. ക്ഷേത്ര സംരക്ഷണ സമിതി സെക്രട്ടറി NV ലോഹിതാക്ഷൻ അധ്യക്ഷത വഹിച്ചു. PS പ്രദീപ്, ഗിരീഷ് കുമാർ, CR സത്യപാലൻ, പ്രദീപ് പണ്ടാരൻ, സുധാകരൻ, മാധവൻ, സുഗതൻ, മാതൃസമിതി അംഗങ്ങൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ശബരിമല മകരവിളക്ക് കഴിയുന്നതുവരെ സൗജന്യ വിശ്രമ കേന്ദ്രത്തിന്റെ പ്രവർത്തനമുണ്ടായിരിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ശബരിമല അയ്യപ്പ ഭക്തർക്ക് വേണ്ടിയിട്ട് എല്ലാ വർഷവും ഗണേശമംഗലം ക്ഷേത്ര സമിതിയുടെ നേതൃത്വത്തിൽ അയ്യപ്പ സേവാ സമാജവും കൂടി സംയുക്തമായിട്ട് മണ്ഡലകാലം തീരുന്നത് വരെ, മകരവിളക്ക് തീരുന്നത് വരെ അയ്യപ്പ ഭക്തർക്ക് കുടിവെള്ളം, അന്നദാനം, മറ്റേ ക്ഷേത്ര ശൗചാലയം ഉപയോഗിക്കുക എല്ലാ സൗകര്യങ്ങളും ഇവിടെ വർഷങ്ങളായിട്ട് ചെയ്ത് വിജയകരമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ജില്ലാ പഞ്ചായത്ത് തൃപ്പയാർ ഡിവിഷൻ UDF സ്ഥാനാർത്ഥി അനിൽ പുളിക്കലിന്റെ തെരഞ്ഞെടുപ്പ് പര്യടനത്തിന് തുടക്കമായി. തളിക്കുളം ബ്ലോക്ക് ഓഫീസ് പരിസരത്ത് നിന്നും ആരംഭിച്ച ആദ്യ ദിവസത്തെ പര്യടനത്തിന്റെ ഉദ്ഘാടനം യൂത്ത് ലീഗ് സംസ്ഥാന സെക്രട്ടറി PM സാദിഖ് അലി നിർവഹിച്ചു. വളരെ സ്മാർട്ടാണ് അനിൽ. ഞാൻ ഒരു സ്ഥലത്ത് അധികം നേരം നിൽക്കുന്നത് കണ്ടിട്ടില്ല. എപ്പോഴും ഇങ്ങനെ, നിങ്ങളും കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, ഒരു സ്ഥലത്ത് അധികം നേരം അനിൽ ഇങ്ങനെ വിശ്രമിക്കുന്നതോ നിൽക്കുന്നതോ കണ്ടിട്ടില്ല. ഒരു ഓട്ടമാണ്, ഒരു നെട്ടോട്ടമാണ്, ഒരു പരക്കം പാച്ച. അനിലുമായി കൂടുതൽ ഇടപെടുന്നതിന് തന്നെ സാധിക്കില്ല. എപ്പോഴും തിരക്കാണ്. ഞാൻ എപ്പോഴും ആലോചിക്കും, സ്കൂൾ പഠിക്കുന്ന KSUവിന്റെ ആ ഒരു കാലഘട്ടത്തിൽ തന്നെ ആലോചിക്കും, അന്നേ അതൊരു സ്മാർട്ട്നെസ് ആയിട്ടാണ്, അതൊരു വിദ്യാർത്ഥിയുടെ സ്മാർട്ട്നെസ് ആയിട്ടാണ് അന്ന് നോക്കിയത്. പക്ഷേ ആ തിരക്ക് ഇപ്പോഴും അനിലിനുണ്ട്. ഇപ്പോഴും ഒരു സ്ഥലത്ത് ഇവിടെയും കാണുന്നില്ല. അനിൽ എവിടെ? അനിൽ എവിടെ? കാണുന്നില്ല. അതാണ് പറഞ്ഞത്, ഒരു നെട്ടോട്ടമാണ്, ഒരു പരക്കം പാച്ച. മുതിർന്ന് വന്ന് അദ്ദേഹം കോൺഗ്രസിന്റെ ഒരു വലിയ നേതാവായി മാറുന്നത് കണ്ടപ്പോഴാണ് ആ നെട്ടോട്ടം എന്ന് പറയുന്നത്, ആ പരക്കം പാച്ചിൽ എന്ന് പറയുന്നത്, ആ ഉറക്കമില്ലാത്ത വിശ്രമമില്ലാത്ത ഓട്ടം എന്ന് പറയുന്നത് നാട്ടിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹരിക്കുന്നതിന് വേണ്ടി, നേതൃത്വം കൊടുക്കുന്നതിന് വേണ്ടിയാണെന്ന് അഭിമാനത്തോടു കൂടെ പറയാൻ സാധിക്കും. UDF നാട്ടിക പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ നൌഷാദ് ആറ്റുപറമ്പത്ത് അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറിമാരായ K ദിലീപ് കുമാർ, VR വിജയൻ, സുനിൽ ലാലൂർ, KPCC സെക്രട്ടറി രാജേന്ദ്രൻ അരങ്ങത്ത്, KH കബീർ, PM സിദ്ദീഖ്, ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് സ്ഥാനാർത്ഥികൾ, UDF പ്രവർത്തകർ എന്നിവർ പങ്കെടുത്തു. ഒരു കാലത്തുമില്ലാത്തത്ര ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി കേരളം മുഴുവൻ അലയടിച്ചു വരികയാണ്. അതിന്റെ ആദ്യ റിസൾട്ട് വരുന്ന സ്ഥലം നാട്ടിക ഗ്രാമപഞ്ചായത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഭരണം ഉറപ്പുവരുത്തുന്ന റിസൾട്ട് ആയിരിക്കും ആദ്യം വരുന്നത്. അവിടെ അങ്ങോട്ട് നമ്മൾ ബ്ലോക്ക് പഞ്ചായത്തിലും ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലും എല്ലാം വലിയ ജനകീയ പിന്തുണ ഉറപ്പുവരുത്തി വിജയം സുനിശ്ചിതമാക്കും എന്ന കാര്യത്തിൽ പ്രിയപ്പെട്ടവരെ ആർക്കും ഒരു തർക്കത്തിന് ഇടവേണ്ട. ഈ തെരഞ്ഞെടുപ്പ് ജനങ്ങളുടെ ശബ്ദം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ജനാധിപത്യ മുന്നണി മുന്നോട്ട് പോകുന്നത്. ഇടവേള. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്, ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്.
മനം കവരും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്, 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ 3 പീടിക. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ. സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദിക് ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ. വാർത്തകൾ തുടരുന്നു. ജീവകാരുണ്യ പ്രവർത്തന മേഖലയിൽ സജീവ സാന്നിധ്യമായ സ്ഥാനാർത്ഥി പ്രേമൻ കാണാട്ടിന് സ്വീകരണം നൽകി. മണലൂർ ഗ്രാമപഞ്ചായത്തിലെ 2ാം വാർഡിലേക്ക് UDF സ്ഥാനാർത്ഥിയായാണ് പ്രേമൻ കാണാട്ട് മത്സരിക്കുന്നത്. 2ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മണലൂർ കമ്പനി സെന്ററിൽ നടത്തിയ സ്വീകരണ ചടങ്ങ് DCC സെക്രട്ടറി KB ജയറാം ഉദ്ഘാടനം ചെയ്തു. MS സുധാകരൻ അധ്യക്ഷത വഹിച്ചു. വിശ്വനാഥൻ ബാഗയിൽ, ഉണ്ണികൃഷ്ണൻ, ഇന്ദിര ഉത്തമൻ, ആന്റണി എലിവത്തിങ്കൽ, ശോഭന കാണാട്ട് എന്നിവർ സംസാരിച്ചു. നമ്മൾക്കറിയാം, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കഴിഞ്ഞ 10 വർഷക്കാലമായി ഈ കേരളത്തിൽ ഭരണം കൈയാളുകയാണ്. പക്ഷേ ഈ സംസ്ഥാനത്തെ ജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിൽ ആ സർക്കാർ പരാജയപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ പരാജയം യഥാർത്ഥത്തിൽ ജനങ്ങളെ ബാധിച്ചു കഴിഞ്ഞിരിക്കുന്നു. ജീവിതഭാരം ദുസ്സഹമായി കഴിഞ്ഞ ഒരു സാഹചര്യം. എല്ലാ മേഖലയും നികുതി ചുമത്തിക്കൊണ്ട് ആ നികുതി ഭാരം മുഴുവൻ ഈ സംസ്ഥാനത്തെ പാവപ്പെട്ട ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന ഒരു സാഹചര്യം ഈ സംസ്ഥാനത്ത് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. വടനപ്പള്ളി ശാന്തി റോഡിന് പരിസരത്ത് നിന്ന് മലമ്പാമ്പിനെ പിടികൂടി. തൊഴിലുറപ്പ് തൊഴിലാളികൾ പണിയെടുക്കുന്നതിനിടെ പാമ്പിനെ കാണുകയായിരുന്നു. പൊതുപ്രവർത്തകനായ നൌഫൽ വലിയകത്തിന്റെ നേതൃത്വത്തിൽ തളിക്കുളം അനിമൽ സ്ക്വാഡിനെ വിവരം അറിയിക്കുകയും തുടർന്ന് പാമ്പിനെ പിടികൂടുകയും ചെയ്തു. തൃശൂർ ജില്ലാ പഞ്ചായത്തിലേക്ക് തളിക്കുളം ഡിവിഷനിൽ നിന്ന് മത്സരിക്കുന്ന LDF സ്ഥാനാർത്ഥി PA സജിത വാടാനപ്പള്ളി സെന്ററിലെ വിവിധ വ്യാപാര സ്ഥാപനങ്ങളിൽ സന്ദർശനം നടത്തി. LDF വാടാനപ്പള്ളി പഞ്ചായത്ത് കൺവീനർ സുരേഷ് മഠത്തിൽ, VA ഷാജുദ്ദീൻ, KA വിശ്വംഭരൻ, CM നിസാർ, പ്രൊഫസർ MV മധു, തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന ശാന്തി ബാസി, ഷൈന മുഹമ്മദ്, വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ സ്ഥാനാർത്ഥികളായ റെജീന രാജു, V മുരളീധരൻ തുടങ്ങിയവർ പങ്കെടുത്തു. തീർച്ചയായിട്ടും നമ്മുടെ ആങ്ങണ്ടിയൂർ പഞ്ചായത്ത് മുതൽ ആങ്ങണ്ടിയൂർ, വാടാനപ്പള്ളി, തളിക്കുളം, കാട്ടിക പഞ്ചായത്തിലെ 6 വാർഡുകൾ കൂടി ചേർന്ന 61 വാർഡുകളുടെ പരിധിയാണ് തളിക്കുളം ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ വരുന്നത്. തീർച്ചയായിട്ടും നമ്മളെല്ലാ വാർഡുകളിലും വാഹന പ്രചരണ ജാഥയായും വീട് വീടാന്തരം കയറിയിറങ്ങുമ്പോഴും, അതുപോലെ തന്നെ ഇന്ന് നമ്മൾ കേന്ദ്രീകരിച്ചിരിക്കുന്നത് വാടാനപ്പള്ളിയിലെ എല്ലാ കടകളെയും കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് ഇന്ന് എല്ലാ പ്രിയപ്പെട്ട പ്രവർത്തകർക്കും ഒപ്പം നമ്മൾ ഇറങ്ങിയിരിക്കുന്നത്. എല്ലായിടങ്ങളിലും ചെല്ലുമ്പോൾ നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ് നടപ്പിലാക്കിയിട്ടുള്ള ക്ഷേമ പദ്ധതികളുടെ ഒരു കാഴ്ചപ്പാട് എല്ലാവർക്കും ഉണ്ട്. തീർച്ചയായിട്ടും അത് അനുഭവിച്ചറിഞ്ഞവരാണ് ഓരോ പ്രവർത്തകരും, ഓരോ ജനങ്ങളും. തീർച്ചയായിട്ടും അതിൻ്റെ ഗുണം ലഭിക്കുന്ന രീതി ഏറ്റവും മികച്ച രീതിയിലുള്ള പ്രതികരണമാണ് ആളുകളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. തൃപ്രയാർ സേവാഭാരതിയും തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്ര ഉപദേശക സമിതിയും സംയുക്തമായി ക്ഷേത്ര പരിസരം ശുചീകരണം നടത്തി. തൃപ്രയാർ സേവാഭാരതി വൈസ് പ്രസിഡന്റ് വിജയരാഘവൻ അധ്യക്ഷത വഹിച്ച ചടങ്ങ് സേവാഭാരതി ജില്ലാ ട്രഷറർ നോഫ് C പാറക്കൽ ഉദ്ഘാടനം ചെയ്തു. ശ്രീരാമസ്വാമി ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് ജ്യോതിദാസ്, തൃപ്രയാർ സേവാഭാരതി സെക്രട്ടറി അരുൺ PV, സുരേഷ് ഇയാനി, ഗണ്ട് കാര്യവാഹക് ധനേഷ് പ്രസാദ് തുടങ്ങിയവർ സംസാരിച്ചു. ക്ഷേത്ര ഉപദേശക സമിതി അംഗങ്ങളും തൃപ്രയാർ ഗണ്ടിലെ വിവിധ യൂണിറ്റിൽ നിന്നായി ഏകദേശം 60-ൽ-അധികം പ്രവർത്തകരും പങ്കെടുത്തു. RSS ജില്ലാ സംഘചാലക് E ബാലഗോപാൽ സമാപന സന്ദേശം നൽകി.
മലബാർ ഉപജില്ലാ സ്കൂൾ കായികമേള സമാപിച്ചു. എങ്ങണ്ടിയൂർ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓവറോൾ 1ാം സ്ഥാനവും നാട്ടിക ഗവൺമെന്റ് ഫിഷറീസ് ഹയർ സെക്കൻഡറി സ്കൂൾ 2ാം സ്ഥാനവും കഴിമ്പ്രം VPM SNDP സ്കൂൾ 3ാം സ്ഥാനവും നേടി. സീനിയർ, ജൂനിയർ, സബ് ജൂനിയർ വിഭാഗത്തിൽ എങ്ങണ്ടിയൂർ സെന്റ് തോമസ് ഹൈസ്കൂളിനാണ് 1ാം സ്ഥാനം. UP കിഡ്ഡീസ് വിഭാഗത്തിൽ നാട്ടിക ഈസ്റ്റ് UP സ്കൂളും LP കിഡ്ഡീസ് വിഭാഗത്തിൽ കയ്പമംഗലം RC UP സ്കൂളും LP മിനി വിഭാഗത്തിൽ തളിക്കുളം SNV UP സ്കൂളും 1ാം സ്ഥാനം നേടി. സീനിയർ വിഭാഗത്തിൽ കഴിമ്പ്രം VPM SNDP സ്കൂൾ, ജൂനിയർ വിഭാഗത്തിൽ GFHSS നാട്ടിക, സബ് ജൂനിയർ വിഭാഗത്തിൽ RC UPS കയ്പമംഗലം, UP കിഡ്ഡീസ് വിഭാഗത്തിൽ സെന്റ് തോമസ് HSS എങ്ങണ്ടിയൂർ, LP കിഡ്ഡീസ് വിഭാഗത്തിൽ SNV UPS തളിക്കുളം, LP മിനി വിഭാഗത്തിൽ UPS പെരിഞ്ഞനവും 2ാം സ്ഥാനം നേടി. സമാപന സമ്മേളനവും ഉദ്ഘാടനവും സമ്മാന വിതരണവും വലപ്പാട് AEO KV അമ്പിളി നിർവഹിച്ചു. വികസന സമിതി ട്രഷറർ TV വിനോദ് അധ്യക്ഷത വഹിച്ചു. വികസന സമിതി വൈസ് ചെയർമാൻമാരായ CK ബിജോയ്, AA ജാഫർ, ജോയിന്റ് കൺവീനർമാരായ MA സാദിഖ്, സനീഷ് PS, കായികമേള കൺവീനർ ശാരിക സജീവൻ, നാട്ടിക GFHSS പ്രിൻസിപ്പാൾ ഷജ്രത്ത്, ഹെഡ് മിസ്ട്രസ് PV ഷൈനി എന്നിവർ സംസാരിച്ചു. മറ്റു മേളകളിൽ നിന്ന് വ്യത്യസ്തമായി കായികമേള എന്ന് പറയുമ്പോൾ 2-3 ദിവസത്തിൽ ഒതുങ്ങുന്നതല്ല. ഒരുപാട് ദിവസങ്ങളായി പല വേദികളിലായിട്ടാണ് കായികമേള നടക്കാറുള്ളത്. 40ഓളം ഗെയിംസ് ഇനങ്ങൾ വിവിധ സ്ഥലങ്ങളിൽ നടന്നു. ഒപ്പം തന്നെ മറ്റു വിഭാഗങ്ങളുടെ ജൂനിയർ, സബ് ജൂനിയർ, സീനിയർ വിഭാഗങ്ങളുടെ കായികമേള നമ്മൾ 3-4 ദിവസങ്ങളിലായി നടത്തി. അതിനുശേഷമാണ് നമ്മുടെ LP UP കുട്ടികളുടെ കായികമേള 2 ദിവസങ്ങളിലായിട്ട് നടന്നിരിക്കുന്നത്. എല്ലാ ഇനങ്ങളും പൂർത്തിയാക്കാനായിട്ട് നമുക്ക് സാധിച്ചു. കഴിഞ്ഞ ദിവസം നമ്മൾ തീരുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും കുറച്ച് ഇനങ്ങൾ ബാക്കി ആവേണ്ടതെന്ന് കുട്ടികളുടെ പങ്കാളിത്തം മൂലമാണത്. ഒരുപാട് കുട്ടികളാണ് നമ്മുടെ കായികമേളയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ചൊവ്വാഴ്ച പുലർച്ചെയുണ്ടായ ഇടിമിന്നലിൽ കാഞ്ഞാണി കനാൽ പാലത്തിന് സമീപത്തെ വീടുകളിൽ വ്യാപക നാശനഷ്ടം. ചുള്ളിപ്പറമ്പിൽ പ്രദീപ് കുമാർ, സഹോദരങ്ങളായ തിലകകുമാർ, പ്രകാശൻ, അയൽവാസിയായ ഷെരീഫ പതിപറമ്പത്ത് എന്നിവരുടെ വീടുകളിലാണ് കൂടുതൽ നാശനഷ്ടമുണ്ടായത്. ഈ ഭാഗത്ത് ചില വീടുകളിൽ ബൾബുകളും വൈദ്യുത ഉപകരണങ്ങളും കേടായിട്ടുണ്ട്. പ്രദീപ് കുമാറിന്റെ വീടിന്റെ മീറ്റർ ബോർഡ്, മെയിൻ സ്വിച്ച് എന്നിവ കത്തിനശിച്ചു. വീടിനുള്ളിലെ സ്വിച്ച് ബോർഡുകളും വയറിങ്ങുകളും, പുറത്ത് കിണറിന് സമീപത്തെ മോട്ടോറിന്റെ ചില ഭാഗങ്ങളും കത്തി. ചൊവ്വാഴ്ച പുലർച്ചെ 2 മണിയോടെയാണ് ശക്തമായ മിന്നലോടുകൂടി ഇടിവെട്ടും മഴയും ഉണ്ടായത്. പ്രകാശന്റെ വീട്ടിൽ ഇൻവെർട്ടറും ഫ്രിഡ്ജും കേടായി. തിലകകുമാറിന്റെ വീട്ടിലെ ഫാനും മോട്ടോറിനും മിന്നലേറ്റു. ഷെരീഫയുടെ വീട്ടിലെ ഫാനും TVയുമാണ് കേടായത്. ഇന്ന് രാവിലെ 2:15 അതായത് 2-ാം തീയതി പുലർച്ചെ 2:15 വിട്ട് ഇവിടെ നല്ല ഇടിവെട്ടും മഴയും നല്ല മിന്നലൊക്കെ ഉണ്ടായി. അപ്പോൾ ഈ മിന്നൽ ശക്തമായിരുന്നു. ഏതാണ്ട് ഈ ബോംബ് ബ്ലാസ്റ്റ് ചെയ്യണ പോലത്തെ സൗണ്ടാണ് കേട്ടത് പുലർച്ചെ. അത് കേട്ടാണ് ഞങ്ങൾ ഉണർന്നത്. ഞാനും വൈഫും മോനും ഉണ്ടായിരുന്നു വീട്ടിൽ. ഒരു റൂമിൽ ആരും ഉണ്ടായില്ല. അതിനകത്ത് ഈ സ്വിച്ച് ബോർഡും മീറ്റർ, മെയിൻ സ്വിച്ചൊക്കെ ബ്ലാസ്റ്റായി പൊട്ടിത്തെറിച്ച് ആകെ വല്ലാത്തൊരു ഭീകര അവസ്ഥയിലായി. പിന്നെ ഇപ്പുറത്ത് റീഡിങ് എടുക്കുന്ന മീറ്റർ ബ്ലാസ്റ്റായി. പിന്നെ അതിൻ്റെ അകത്തുള്ള സകല വയറിങ്ങും എല്ലാം ഫുള്ളി ഡാമേജ് ആയിപ്പോയി. ഡിസംബർ 27 നടത്തുന്ന കാരമുക്ക് ദേശവിളക്ക് മഹോത്സവത്തിന്റെ കുറിക്കൽ ചടങ്ങ് നടത്തി. കാരമുക്ക് പൂത്തൃക്കോവ് നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ നടന്ന ചടങ്ങിൽ ക്ഷേത്ര സംരക്ഷണ സമിതി പ്രസിഡന്റ് ഷാജി കുറുപ്പത്ത്, അന്തിക്കാട് ബ്രദേഴ്സ് ഉടുക്കുപാട്ട സംഘത്തിലെ ആറ്റുപുറത്ത് അരുൺകുമാറിൽ നിന്നും ചാർത്ത് ഏറ്റുവാങ്ങി. ആദ്യ സംഭാവന ക്ഷേത്ര സംരക്ഷണ സമിതി ട്രഷറർ സൂര്യനാരായണൻ K കൈമാറി. ഡിസംബർ 27 ശനിയാഴ്ച വൈകിട്ട് 6:30 ക്ഷേത്ര സന്നിധിയിൽ ശ്രീ ബ്രഹ്മ ഭജൻസ് വടനപ്പള്ളി അവതരിപ്പിക്കുന്ന ഭജന, തുടർന്ന് വിളക്കുങ്കൽ പച്ചാമ്പള്ളി മേൽത്രിക്കോവിൽ ശിവക്ഷേത്ര സന്നിധിയിൽ നിന്നും ശാസ്താംപാട്ട്, ചിന്തുപാട്ട്, താലം എന്നിവയുടെ അകമ്പടിയോടെയുള്ള പാലക്കൊമ്പ് എഴുന്നള്ളിപ്പും ഉണ്ടായിരിക്കും. വൈകുന്നേരം 7:30 മുതൽ ആയിരങ്ങൾക്ക് അന്നദാനം ഒരുക്കും. ഡിസംബർ 28 ഞായറാഴ്ച പുലർച്ചെ വെട്ടും തടയും ഉണ്ടായിരിക്കുമെന്ന് ക്ഷേത്രം പ്രസിഡന്റ് ഷാജി കുറുപ്പത്ത് അറിയിച്ചു. ക്ഷേത്ര മേൽശാന്തി ബിനു വാസുദേവൻ നമ്പൂതിരി, പരമേശ്വരൻ നമ്പീശൻ, കമ്മിറ്റി അംഗങ്ങളായ VV പ്രമോദ്, സുഷമ സുനിൽ, കാർത്തിയായനി അപ്പുകുട്ടൻ, ലീല എടക്കാട്ടിൽ, രാധാ കുറുപ്പത്ത്, അഞ്ജലി ഷാജി, ജിതേഷ് വാലപ്പറമ്പിൽ, വിശാലാക്ഷി മോഹനൻ, ഗീതു ഷനിൽ, സ്മിത കൃഷ്ണകുമാർ എന്നിവർ പങ്കെടുത്തു. വാണിജ്യം. ഓവിസ് എലഗൻസ ഫാൻസി ആൻഡ് റെന്റൽ ജ്വല്ലറി പ്രവർത്തനം ആരംഭിച്ചു.
വാടനപ്പള്ളി SB സെന്ററിൽ തുടങ്ങിയ സ്ഥാപനം പ്രശസ്ത സിനിമാ താരം ജയശ്രീ ശിവദാസ് ഉദ്ഘാടനം നിർവഹിച്ചു. അതിൻ്റെ ഭാഗമായി ഓവീസ് എലഗൻസിയുടെ ഒരു തുടക്കത്തിന് ഭാഗമായി ഇവിടെ എത്താൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. ഇവർ പറയേണ്ട കാര്യങ്ങൾ ഒരുപാട് പറഞ്ഞു കഴിഞ്ഞു, റിപ്പീറ്റേഷൻ ആയിരിക്കും. എന്നാലും പറയുകയാണ്, ഇങ്ങനെ ഒരു സംരംഭം ഇങ്ങനെ തുടങ്ങുമ്പോൾ ഇപ്പോൾ ഓൺലൈനായിട്ട് തുടങ്ങാനാണ് എല്ലാവരും കൂടുതൽ, അത് കുറച്ചും കൂടി ഈസിയാണ്. പക്ഷേ ഇങ്ങനെ ഒരു ഷോപ്പ് ഇട്ട് അതിൻ്റെ കാര്യങ്ങളുമെല്ലാം സെറ്റ് ചെയ്തെടുക്കുക എന്ന് പറയുന്നതിന് ഒരുപാട് നാളുകൾ പിന്നിലെ പ്രവർത്തനവും ചിന്തയും ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതിനെല്ലാത്തിനും റിസൾട്ട് ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്. ഒപ്പം ഇങ്ങനെ നല്ലൊരു ഇവൻറ്റ് സംഘടിപ്പിച്ചതിനും ആ ഒരു തുടക്കം തന്നെ ഗംഭീരമാക്കി എന്ന് തന്നെയാണ് തോന്നുന്നത്. അത് ഇനി തുടർന്നും ഒരുപാട് നാളുകൾ ഭംഗിയായിട്ട് ഇവിടെ നടക്കട്ടെ. ഈ റെൻ്റൽ ജ്വല്ലറി എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട്, അല്ലെങ്കിൽ ഇപ്പോൾ വളരെ ട്രെൻഡിങ് ആയിട്ടും ഡിമാൻഡുള്ളൊരു കാര്യമാണ്. അത് വാടനപ്പള്ളിയിൽ ആദ്യമായിട്ടുള്ളതാണെന്ന് ഇപ്പോൾ മനസ്സിലായി പറഞ്ഞു കേട്ടപ്പോൾ അത് എല്ലാവർക്കും ഉപകാരപ്രദമായി, എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിൽ നല്ല നല്ല കളക്ഷനോടുകൂടി അടിപൊളിയായിട്ട് മുന്നോട്ട് പോട്ടെ. എല്ലാവരും തിരഞ്ഞ് എത്തട്ടെ. ഓവീസ് എലഗൻസിയിൽ പോയാൽ നമുക്ക് വേണ്ടത് കിട്ടുമെന്നുള്ള രീതിയിൽ അന്വേഷിച്ച് നിറയട്ടെ ആളുകൾ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. സോഫിയയ്ക്കും ടീമിനും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് ഇവരുടെ കൂടെ ഉണ്ടാവണം എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. താങ്ക് യു സോ മച്ച്. ബ്രൈഡൽ ഓർണമെന്റ്സ്, വിവാഹ ആഘോഷങ്ങളെ ആകർഷണീയമാക്കുന്നതിന് വേണ്ടിയുള്ള ഓർണമെന്റ്സുകൾ, മാല, വള, കമ്മലുകൾ, അരപ്പട്ട, നെറ്റിച്ചുട്ടി എന്നിവയുടെ വിശാലമായ ശേഖരമാണ് ഓവീസ് എലഗൻസ ഫാൻസി ആൻഡ് റെന്റൽ ജ്വല്ലറിയിൽ ഒരുക്കിയിട്ടുള്ളത്. വാടാനപ്പള്ളിയിൽ ഒരു പുതു ചരിത്രം സൃഷ്ടിക്കുവാൻ വേണ്ടി തന്നെ ഓവീസ് എലഗൻസ എന്ന പേരിൽ ഒരാളുടെ സ്വപ്നം പൂവണിയുന്ന ദിവസമാണ് ഇന്ന്. ഒരാൾ ഒരു കച്ചവടത്തിലേക്ക് ഇറങ്ങി വരുമ്പോൾ അവരനുഭവിക്കേണ്ടി വരുന്ന പ്രയാസങ്ങൾ പലതുമാണ്. എന്നിരുന്നാൽ തന്നെ ഒരു നല്ല സംഖ്യ അഡ്വാൻസ് കൊടുത്ത്, വാടക കൊടുത്ത്, അതുപോലെ തന്നെ ഷോപ്പ് പരമാവധി കഴിയാവുന്ന ഭംഗിയിലാക്കി ജനങ്ങൾക്ക് മുമ്പിൽ എത്തിക്കുമ്പോൾ ജനങ്ങളാണ് പിന്നെ ആ സ്ഥാപനത്തെ ഏറ്റെടുക്കേണ്ടത്. സ്ത്രീകൾക്ക് ആവശ്യമായ ലിപ്സ്റ്റിക്ക്, ഐലൈനറുകൾ, പൊട്ട്, ക്രാബുകൾ, ക്ലിപ്പുകൾ, വിവിധയിനം ക്രീമുകൾ, ബ്യൂട്ടി പ്രൊഡക്റ്റുകൾ, ഹെയർ പ്രൊഡക്റ്റുകൾ എന്നിവയുടെ മഹനീയ ശേഖരം ഇവിടെയുണ്ട്. ഉദ്ഘാടന ചടങ്ങിൽ വാടനപ്പള്ളി മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് അബ്ദുൾ ജബ്ബാർ അറക്കൽ, മുനീർ ഇടശ്ശേരി, അബ്ദുൾ സത്താർ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നടത്തിയ കൂപ്പൺ നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുത്ത ഭാഗ്യശാലിക്ക് ഗോൾഡ് കോയിൻ സമ്മാനമായി നൽകി. ഓർഡറുകൾക്ക് വിളിക്കേണ്ട നമ്പർ 87 14 92 21 07. കൂടുതൽ വിവരങ്ങൾക്ക് ovis.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. അന്തിക്കട മുറ്റിച്ചൂരിൽ താമസിക്കുന്ന കുരുതുകുളങ്ങര വള്ളൂക്കാരൻ ആന്റണി ഭാര്യ റോസി നിര്യാതയായി. 75 വയസ്സായിരുന്നു. മക്കൾ ഡെൻസി, ജോഷി, ജോമോൻ, മരുമക്കൾ റെജി, ഗ്രേസി, സോണിയ. സംസ്കാര കർമ്മം ബുധനാഴ്ച രാവിലെ പുത്തൻപീടിക സെയിന്റ് ആന്റണീസ് പള്ളി സെമിത്തേരിയിൽ നടത്തും. പരേതയുടെ നേത്രപടലങ്ങൾ സൊസൈറ്റി ഓഫ് സെയിന്റ് വിൻസെന്റ് ഡി പോൾ സംഘടനയുടെ നേതൃത്വത്തിൽ അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലിലെ നേത്ര ബാങ്കിലേക്ക് ദാനം ചെയ്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ശ്രീനാരായണപുരത്ത് ദേശീയപാതയിലുണ്ടായ ബൈക്ക് അപകടത്തിൽ വിദ്യാർത്ഥി മരിച്ചു. ജില്ലാ പഞ്ചായത്ത് തൃപ്പയാർ ഡിവിഷൻ UDF സ്ഥാനാർത്ഥി അനിൽ പുളിക്കലിന്റെ പര്യടനത്തിന് തുടക്കമായി. ഗണേശമംഗലം ക്ഷേത്ര സന്നിധിയിൽ ശബരിമല തീർത്ഥാടകർക്ക് സൗജന്യ വിശ്രമ കേന്ദ്രം ആരംഭിച്ചു.
ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.